നമസ്കാരം. സ്ട്രേറ്റ് വ്യൂവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരിങ്ങൽ എരഞ്ഞിവളപ്പിൽ താമസിക്കുന്ന ബാബു ശോഭന ദമ്പതികളുടെ ഇളയ മകനായ വിഷ്ണുപ്രസാദിൻ്റെ ദുരിതം നിറഞ്ഞ ജീവിതാവസ്ഥയിലേക്കാണ് സ്ട്രേറ്റ് വ്യൂ ഈ അധ്യായത്തിൽ കടന്നുചെല്ലുന്നത്. ഇരിങ്ങൽ എരഞ്ഞിവളപ്പിൽ ബാബു ശോഭ ദമ്പതികളുടെ ഇളയ മകനായ വിഷ്ണുപ്രസാദ് ഈ അവസ്ഥയിലായിട്ട് 4 വർഷം കഴിഞ്ഞു. വേദന സഹിച്ച് പുറം ലോകം കാണാതെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട ദുരവസ്ഥ. പ്രശസ്തരായ ഡോക്ടർമാരെ വിഷ്ണുപ്രസാദിൻ്റെ ചികിത്സക്കായി കാണിച്ചുവെങ്കിലും വിഷ്ണുപ്രസാദിൻ്റെ രോഗം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അത്യപൂർവമായി കാണപ്പെടുന്ന രോഗമാണെന്ന് മാത്രം അറിയാം. കളിച്ചും ചിരിച്ചും ആർത്തുല്ലസിച്ച് നടന്നിരുന്ന വിഷ്ണുപ്രസാദ് 2005 കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. തുടർന്ന് ഘട്ടം ഘട്ടമായി ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു. 2008 പൂർണ്ണമായി കിടപ്പിലായി. മത്സ്യബന്ധന തൊഴിലാളിയായ അച്ഛൻ ബാബു വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്താണ് ഇക്കാലമത്രയും വിഷ്ണുപ്രസാദിൻ്റെ ചികിത്സക്കായുള്ള പണം കണ്ടെത്തിയിരുന്നത്. പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ തുക വിഷ്ണുപ്രസാദിൻ്റെ ചികിത്സക്കായി ചിലവ് വരും. വിഷ്ണുപ്രസാദ് പൂർണ്ണമായി കിടപ്പിലായതോടെ അമ്മ ശോഭനയ്ക്കും തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടക്കൽ ആയുർവേദശാല എന്നുവേണ്ട മിക്ക സ്ഥലങ്ങളിലും വിഷ്ണുപ്രസാദിൻ്റെ ചികിത്സക്കായി കൊണ്ടുപോയിട്ട് കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല. വിഷ്ണുപ്രസാദിൻ്റെ രോഗമെന്താണെന്നറിഞ്ഞാൽ ചികിത്സിക്കാൻ കിടപ്പാടം വിൽക്കാനും അച്ഛൻ ബാബു സന്നദ്ധനാണ്. മത്സ്യബന്ധന മേഖലയിൽ പ്രതിസന്ധി നേരിടുമ്പോൾ ബാബു പോകാത്ത തൊഴിലുകളില്ല. വിഷ്ണുപ്രസാദിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഇപ്പോൾ ബാബുവിൻ്റെ ലക്ഷ്യം. (2005) വിഷ്ണുപ്രസാദിന് കാഴ്ച നഷ്ടപ്പെടുന്നത്. പിന്നീട് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടു. 4 വർഷം കഴിഞ്ഞപ്പോൾ വിഷ്ണുപ്രസാദ് പൂർണ്ണമായും ചലനശേഷിയില്ലാതായി. 2005 വർഷത്തിന് തുടക്കം ഈ കണ്ണിൻ്റെ ഒരു ഇടത്തെ കണ്ട ഒരു കാഴ്ചക്കുറവായിട്ടാണ് വന്നത്. അതിന് മുമ്പേ ഉണ്ടായിരുന്നുള്ളത് എന്നാന്നുള്ളത് അറിയില്ല രോഗം. 2005 എന്തോ ഒരു കുട്ടിയായിട്ടും കൂടി എന്തോ ഒളിച്ച് കളിച്ചതിന് ശേഷം ഇത് അറിയുന്നത് നമ്മൾ. അപ്പോൾ അത് കാരണം അതിൻ്റെ പിറ്റേന്ന് തന്നെ ബഡർ കാണിച്ച്, അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ കൂടി കാണിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ മണിപ്പാൽ കൊണ്ടുപോയി കാണിച്ചാൽ അവിടെ ഇവിടുന്ന് സ്കാൻ അത് ഇടത്തെ കാണുന്ന കാഴ്ചക്കുറവ്. ആ കാഴ്ചയില്ല, ഇപ്പോൾ കാഴ്ചയില്ല. അപ്പോൾ അങ്ങനെയായി. അതോടെ പിന്നെ അവനൊരു പ്രശ്നവും കാര്യമൊന്നുമില്ല, ആരോഗ്യം സാറാവില്ല. അതിന് ഒരു വിറ്റാമിൻ്റെ ഗുളിക മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ, വേറെ അതിനൊരു ഗുളിയായിട്ട് അവൻ കുടിച്ചില്ല. അപ്പോൾ അവിടെ നിന്ന് ഈ 2008 പിന്നെ ഇവിടെ പയ്യൂർ ഹൈസ്കൂൾ ചേർത്തിൽ 3 മാസം പോയി. 8ാം ക്ലാസ് 3 മാസം മൊത്തം പോകാനായിരുന്നു. പിന്നെ അതോടുകൂടി ആയി. ഇവിടുന്ന് 2 സൈഡിൽ നിന്ന് ഫസ്റ്റ് ഒരു വേദന വന്നത്. അതോടുകൂടി ഇടത്തെ കാല് കംപ്ലീറ്റ് തീരെ ഇല്ലാണ്ടായി.
വലത്തെ അപ്പുറത്തെ കാലും അങ്ങനെ തന്നെ. പിന്നെ 2 കൈയും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സംസാരശേഷി പോയിട്ടിപ്പോൾ ഒരു കൊല്ലത്തോളം ഇങ്ങനെ കുറഞ്ഞു പോയി. ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. മെഡിക്കൽ കോളേജിലാണ് വിഷ്ണുപ്രസാദിനെ ആദ്യമായി പരിശോധിപ്പിക്കുന്നത്. പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. ഇതുവരെ വിഷ്ണുപ്രസാദിൻ്റെ അസുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് ദുഃഖകരം. മെഡിക്കൽ കോളേജ് ഫസ്റ്റ് കാണിച്ച് അതിന് ശേഷമാണ് മണിപ്പാലിൽ പോയി കാണിക്കുന്നത് കണ്ണിൻ്റെ. അപ്പോൾ കൊച്ചി എറണാകുളം അമൃത ഹോസ്പിറ്റലാണ്. ആദ്യം നമ്മൾ മണിപ്പാലിൽ പോയപ്പോൾ അവിടെ നിന്ന് എന്താ പറയുന്നത്, എന്താ അസുഖമുള്ളതിനെ കുറിച്ച്? മണിപ്പാലിൽ പോയിട്ട് അവരെന്താ പറയുക, ഇതെല്ലാം ഒരുപാട് സ്കാനിങ് ഇതെല്ലാം കംപ്ലീറ്റ് എടുത്ത ശേഷം ഒരു കുറച്ച് ദിവസം ഞാൻ അവിടെ നിന്നു. ഒരാഴ്ച 2 ആഴ്ചയായിട്ട് അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിക്കോളി, ഇതിൻ്റെ കണ്ണിൻ്റെ ഒരു ഞാനേ സ്റ്റക്കായിപ്പോയെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് കാണിക്കുമ്പോഴൊന്നും ഒരു വ്യക്തമായിട്ട് എന്താണ് അസുഖം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് ഇന്ന് വരെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. പേരെന്താണെന്നുള്ളത് ഇതുവരെ അറിയില്ല. അപ്പം അത് ഇവിടുന്ന് അപ്പം പറഞ്ഞ് കോയമ്പത്തൂർ ഇങ്ങനെ ആൾ ഡോക്ടർ പറഞ്ഞ് അവിടെ പോയി അവിടുന്ന് സ്കാനിങ് എടുത്ത് തരാമെന്ന്. അതിൽ ഞരമ്പിൻ്റെ ശക്തി കുറവെന്നാണ് അവർ പറഞ്ഞത് അവിടുന്ന്. പക്ഷെ എന്താ രോഗം എന്നുള്ളത് ഇതില്ല. അതെന്താ ഇപ്പോൾ അവിടുന്ന് അവർ കാണിച്ചു തന്ന് വെക്കും. ഞങ്ങൾ 3-4 ആളെയും പോയത്. അപ്പോൾ സ്കാനിങ് ഇപ്പം നമ്മൾ 2 ആളെ സ്കാനിങ് ആകുമ്പോൾ രോഗികളാകുമ്പോൾ ശരിക്കും അപ്പോൾ അത് നമുക്കതിനെപ്പറ്റി അറിയില്ല. ശരിക്കും അത് ആ വിടവ് ശരിക്കും വ്യത്യാസത്തിൽ വരുമ്പോൾ ഓരോ നട്ടലും ഒരു വിടവായിട്ടാണ് വരുന്നത്. ഗ്യാപ്പ് പോലെ ശരിക്കും